ഒരിക്കലും ഇതുപോലെ ഒരു പയ്യനെ, ഒരു കുട്ടിയെ, അവൻ എല്ലാ വിഷയത്തിലും അവൻ തോറ്റ് എന്താ പറയുക, വലിയ കുമ്പളങ്ങ മേടിച്ചിട്ടാണ് അവൻ വരിക. അപ്പോൾ അവനെ പാരൻസിനാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് ഇവൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവനെ പല ട്രെയിനിങ്, പലയിടത്ത് പല ട്യൂഷൻ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾക്ക് ഓരോരോ സ്ഥലത്ത് ട്യൂഷന് ഏർപ്പാടാക്കിയൊക്കെ നോക്കി. ക്ഷേത്രങ്ങളിലൊക്കെ അത്യാവശ്യം വഴിപാടുകളൊക്കെ നടത്തി, ചരടായ ചരട് മുഴുവൻ കെട്ടി, അവൻ്റെ 2 കൈയിലും അരയിലും ഒക്കെ ചരടാണ്. വിദ്യാഗോപാല മന്ത്രം, ആ മന്ത്രം, ഈ മന്ത്രം, ഇതൊക്കെ ജപിച്ചും ഹോമം ചെയ്തിട്ടും ഒന്നും ഇവന് യാതൊരു മാറ്റമില്ല. അവസാനം അവർ മടുത്തു. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഇവനെ ഇങ്ങനെ ഇത് ചെയ്യരുത്, പീഡിപ്പിക്കരുത്, അത് അവനെ. അപ്പോൾ ഇവർ തീരുമാനിച്ചു എന്തെങ്കിലും ആവട്ടെ ഇനി. അങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ട് അടുത്ത ഒരു എന്താ പറയുക, കോൺവെൻറ്റ് സ്കൂളിൽ കൊണ്ടാക്കി. അപ്പോൾ അവന് അത് ഇതുവരെ പരിചയമില്ലായിരുന്നു. ഒരു പള്ളി നടത്തുന്ന സ്കൂളാണ്, അതിൽ കൊണ്ടാക്കി. ആദ്യത്തെ ദിവസം തന്നെ അവിടെ ക്ലാസ് ടീച്ചർ വന്ന് ആ ചുവരിൽ കൊണ്ട് ഡെസ്കിലൊക്കെ 4 അടിയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു, പഠിച്ചാൽ നിങ്ങൾക്ക് നന്ന് എന്നൊക്കെ പറഞ്ഞ് ചില ഒരു ഇൻഡയറക്റ്റ് ഭീഷണിയൊക്കെ പെടുത്തി. ഇവനിത് കുറേ കണ്ടതാണ്, ഇവനതൊന്നും ഒരു വലിയ വിഷയമായി തോന്നിയില്ല. പക്ഷേ ഇവനുണ്ടല്ലോ, ആദ്യ ദിവസം തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മൂപ്പര് വേഗം മുകളിലേക്ക് ഓടി, അവൻ്റെ മുറിയിലേക്ക്. ആശാൻ പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് പഠിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പഠിപ്പ്. അമ്മ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കി, ഇതെന്താ ഇവൻ മുറിക്കകത്ത് ചെയ്യുന്നത് എന്ന്. കമഴ്ന്നിരുന്ന് പഠിക്കുകയാണ്. അവസാനം ഫസ്റ്റ് ടേം ആദ്യത്തെ പരീക്ഷ വന്നു, നമ്മളെ മാസപരീക്ഷ എന്ന് പറയും. പരീക്ഷ വന്നു. പണ്ട് എല്ലാറ്റിലും 0, വലിയ 0 മേടിച്ച് വരുന്നവനാണ്. ഇപ്പോൾ ഒക്കെ നോക്കുമ്പോൾ A+ ആണ്, ഫുൾ പ്ലസ്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ ക്ലാസ്സിൽ 1ാമൻ. അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, അച്ഛനും അതെ, ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തു മാറ്റാണിത് കൊണ്ടുവന്നത്? അപ്പോൾ ഇവനോട് ചോദിച്ചു. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ സ്നേഹം കൊണ്ടും ഒക്കെ നിന്നെ കീഴ്പ്പെടുത്തിയതാണോ? എന്താണ് കാര്യം, എന്താണ്? അപ്പോഴാണ് ഇവൻ പറയുകയാണ്, അതെ, അവിടെ പഠിക്കാത്തൊരു കുട്ടിയെ ഒരു മരത്തിൽ ആണിയടിച്ച് കയറ്റി വെച്ചൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. യേശുവിനെ കുരിശിൽ കയറ്റി വെച്ചത് ഇവൻ്റെ ധാരണ പാവം. അവിടുത്തെ പഠിക്കാത്തൊരു കുട്ടിയെ ഇതേപോലെ അടിച്ച് കയറ്റി വെച്ചതാണ്. നിൻ്റെയും ഗതി ഇതാവുമെന്നാണ്.